ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഗ്രോഫെക്സ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു വിൻഡ് അനിമേഷൻ കൊടുക്കുക എന്നുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ് കാണിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു അനിമേഷനാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഗ്രോഫെക്സിൻ്റെ ഫയൽസ് നമുക്കൊന്ന് മെർജ് ചെയ്യാം. ഞാനിവിടെ ഗ്രോഫെക്സിൻ്റെ ഫയൽസ് ഒരു മോഡൽ സെലക്ട് ചെയ്ത് അത് മെർജ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു അതിൻ്റെ മെറ്റീരിയൽസ് നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം. ഒരു ചെറിയ പ്ലാന്റ് തന്നെ നമുക്ക് എടുക്കാം. ഒരു പാമിൻ്റെ ഒരു ചെറിയ പ്ലാന്റ് നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ ആ ഒരു മോഡൽ എടുത്തിട്ട് ഞാനതിന് മെറ്റീരിയൽസ് അപ്ലൈ ചെയ്യണം. വ്യൂ പോർട്ടിൽ മെറ്റീരിയൽസ് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കതിൻ്റെ മോഡിഫയറിൽ പോകാം. അവിടെ ഗ്രോഫെക്സ് അതിൻ്റെ കുറച്ച് മോഡിഫയേഴ്സ് കാണാം. അതിൽ പബ്ലിക് പാരാമീറ്റേഴ്സ് ഉണ്ട്, മെയിൻ പാരാമീറ്റേഴ്സ് ഉണ്ട്. ഇതിൽ മെയിൻ പാരാമീറ്റേഴ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ നോഡ് എഡിറ്റർ കാണാം. ആ നോഡ് എഡിറ്റർ ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ കുറച്ച് ആ ഒരു നോട്ട്സ് നമുക്ക് കാണാൻ പറ്റും. അത് കാണുമ്പോൾ കുറച്ച് ടെൻഷൻ ചെറുതായിട്ട് തോന്നാം. അയ്യോ, ഇതിപ്പോൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത്. അത് കുറച്ച് കാണുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്നുണ്ടെങ്കിലും സംഭവം സിമ്പിളാണ്. അപ്പോൾ നമുക്ക് വേണ്ട ആ ഒരു പ്ലാന്റ്സ് അതിൻ്റെ ഒരു പാർട്സൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഒരു പ്രത്യേക കളർ, ഒരു ഡാർക്ക് ഗ്രീൻ കളർ ഉണ്ടല്ലോ, അതിൽ കൊടുത്തിട്ടുണ്ടോ, അവിടെ എഴുതിയിട്ടുണ്ടോ അതിൻ്റെ മോഡലൊക്കെ. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രങ്ക്, അതിൻ്റെ ലീഫ്, അതൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ആ ഒരു സൈഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫായിട്ട് അത് കാണാൻ പറ്റും, അത് ഹൈഡായി പോണത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡാർക്ക് ഗ്രീൻ വരുന്ന ഐറ്റംസ് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ നമുക്കിവിടെ അതിൻ്റെ ഒരു പെറ്റിയോലെ കാണും. പെറ്റിയോലെ ആ ലീഫ്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് ഓണാക്കി നോക്കാം. അപ്പോൾ ആ ലീഫാണ് അവിടെ ഹൈഡായത്. അപ്പോൾ നമുക്ക് ആ ഒരു ലീഫിന് മാത്രം തൽക്കാലം ഒരു വിൻഡ് എഫക്റ്റ് കൊടുത്താൽ മതി. ആ ഒരു പെറ്റിയോലെ അതിൻ്റെ ഒരു ലീഫിന്. ഓക്കെ, അപ്പോൾ അതിൻ്റെ താഴെ റൈറ്റ് സൈഡിൽ ആഫ്റ്റർ മെഷ് മോഡിഫയേഴ്സിൻ്റെ ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തിട്ട് അതിൽ വിൻഡ് അനിമേഷൻ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക. ഓക്കെ, ഞാൻ തൽക്കാലം ഡ്രാഗ് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. ആ വിൻഡ് അനിമേഷനിൽ റൈറ്റ് സൈഡിൽ നോക്കിയാൽ ക്രിയേറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ സ്ക്രീൻ ചെറുതാകട്ടെ കേട്ടോ. അതിൽ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഡിസ്പ്ലേയിൽ ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്യുക. അപ്പോൾ ഒരു ചെറിയ ഒരു ഫാനിൻ്റെ ഒരു ചെറിയൊരു എഫക്റ്റ് വരും. അതിൽ വിൻഡ് സ്പീഡ് കൂടുതലാണ് 300. ഞാനൊന്ന് കുറച്ച് കാണിക്കുക, 100 ഇട്ട് കൊടുത്ത് നോക്കാം. ഈ പ്ലേ അടിക്കുമ്പോൾ ഒരു ചെറിയ വിൻഡ് അനിമേഷൻ അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഈ വീണ്ടും ആ ട്രീ സെലക്ട് ചെയ്ത് പിക്ക് കൊടുത്തിട്ട് ആ ഫാൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ആ വിൻഡിൻ്റെ അതിൻ്റെ സ്റ്റിഫ്നെസ് 1000 കൊടുക്കുകയാണ്. ഓക്കെ, അതേപോലെ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം എങ്ങനെയാണ് അതിന് വിൻഡ് വരുന്നത്. വളരെ സ്ലോ ആയിട്ടാണ് വിൻഡ് വരുന്നത്. ഇനി അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി കൂടുന്തോറും എന്താ പറയുക, ഒരു വിൻഡ് അടിക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ അതിങ്ങനെ കാറ്റടിച്ചിങ്ങനെ ഫ്ലെക്സിബിളായിട്ട് വർക്കാവും. ഓക്കെ, നമുക്ക് അതിൻ്റെ സ്റ്റിഫ്നെസ് ഒരു 500 ആക്കുന്നുണ്ട്. അതുപോലെ ഫ്ലെക്സിബിലിറ്റി നമുക്ക് അധികം വേണ്ടാത്ത കാരണം 0.5 ആക്കിയിടാം. അതുപോലെ ആക്സിയൽ റൊട്ടേഷൻ അതൊരു 90 ഡിഗ്രി ഫുള്ള് ലീഫ് ഇങ്ങനെ റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്കൊരു 5 ഡിഗ്രിയൊക്കെ കൊടുത്താൽ മതി, 90 വേണ്ട. ഒരു ലെഫ്റ്റ് റൈറ്റൊക്കെ ആയിട്ട് ആ വിൻഡ് ഒരു ലീഫ് ഇങ്ങനെ ആനിമേറ്റ് ആവുന്നത് കാണാൻ പറ്റും. ഓക്കെ, അതേപോലെ ഞാൻ ഈ ആനിമേഷൻ ഒരു ലൂപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. തുടക്കില്ല ഒടുക്കില്ല, തുടക്കം സ്റ്റാർട്ടില്ല എൻഡില്ല. അപ്പോൾ ഒരു ലൂപ്പ് ഇടാനാണ് നോക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, ആ ലൂപ്പ് ആനിമേഷൻ ഞാൻ ടിക്ക് ചെയ്യാണ്. അപ്പോൾ ലൂപ്പിംഗ് പീരീഡ് 100, ഞാനൊരു 100 ഫ്രെയിമാണിത് ലൂപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഒരു 100 ഫ്രെയിം വരെ അതിങ്ങനെ ആയിക്കൊണ്ടിരിക്കും വിൻഡ് അനിമേഷൻ. അപ്പോൾ ഞാൻ ഫ്ലെക്സിബിലിറ്റി ഒരു 1 ആക്കി കൊടുക്കുകയാണ്. ഓക്കെ, ഇനി അതിന് ശേഷം എന്ത് ചെയ്യുക, ഇതിൻ്റെ ക്യാഷ് നമ്മളൊന്ന്
ലോഡ് ചെയ്യുക. ഞാനിപ്പോൾ അതിന് ക്യാഷ് ഓൺ ചെയ്തിട്ട് ന്യൂ കൊടുക്കുകയാണ്. ന്യൂ കൊടുത്തിട്ട് നമ്മളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലോട്ട് അതിൻ്റെ ക്യാഷ് ലോഡ് ചെയ്ത് വെക്കുക, GrowFXൻ്റെ ക്യാഷ്. അപ്പോൾ ഞാൻ ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് ക്യാഷ് നെയിം കൊടുത്ത് അവിടെ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. അതിനുശേഷം സേവ് ചെയ്യുക. ഞാനവിടെ റെക്കോർഡിന് താഴെ ഒരു ഓപ്ഷൻ ഉണ്ട്, ലൂപ്പ് അനിമേഷൻ ടിക്ക് കൊടുക്കണം. ഓക്കെ, ആ ടിക്ക് കൊടുത്തതിന് ശേഷം നമുക്കവിടെ ഒരു എൻഡ് ഫ്രെയിം ഒരു 99 കൊടുക്കുകയാണ്. കാരണം സ്റ്റാർട്ട് ഫ്രെയിം 0 ആണ്. അപ്പോൾ 0 ആകുമ്പോൾ 99 കൊടുക്കുക. ഇനി സ്റ്റാർട്ട് ഫ്രെയിം 1 ആണെന്നുണ്ടെങ്കിൽ 100 കൊടുക്കുക. ഓക്കെ, അതിനുശേഷം റെക്കോർഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മൊത്തം റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാനിതിനെ എന്ത് ചെയ്യുക, വീറെ പ്രോക്സി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതിനായിട്ട് ഞാൻ വീറേൻ്റെ ഹെഡിങ്ങിൽ പോയിട്ട് വീറെ മെഷ് എക്സ്പോർട്ടർ എടുക്കണം. അവിടെ ബ്രൗസ് ചെയ്തിട്ട് നമുക്ക് എവിടെയാണോ സേവ് ചെയ്യേണ്ടത് ആ ഒരു ഫോൾഡർ കാണിച്ചു കൊടുക്കുക. അവിടെ എക്സ്പോർട്ട് ആനിമേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ടിക്കറ്റ് കൊടുക്കുക. അത് ഓഫായി കിടക്കും, ടിക്കറ്റ് കൊടുക്കുക. നമുക്ക് വേണ്ടത് സീൻ ആനിമേഷൻ റേഞ്ചാണ്. ഇപ്പോൾ അതിൽ കൊടുത്തിട്ടുള്ളത് 0 to 100 ആണ്, അത് കൊടുക്കുക. താഴെ ഒരു മാക്സിമം പ്രിവ്യൂ ഫേസസ് അത് 10,000 ഒക്കെ എടുക്കുന്നുണ്ടാവുക, അതൊരു 1 lakh കൊടുക്കുക. ഞാൻ നല്ല സിസ്റ്റമൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 lakh കൊടുത്തോ. ഓക്കെ കൊടുക്കുക. അപ്പോൾ അത് റീറേറ്റ് ചോദിക്കും, കാരണം ഞാൻ മുമ്പ് ഇത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ യെസ് കൊടുത്തു. അപ്പോൾ ആ ഒരു 0 to 100 അതൊന്ന് ലോഡാവും. കുറച്ച് ടൈം എടുക്കും, അധികം ടൈമൊന്നും ഇല്ല, ഒരു മാക്സിമം ഒരു 1 or 2 minutes. അത് ആ ട്രീയിൽ അല്ലെങ്കിൽ പ്ലാന്റിൻ്റെ അതനുസരിച്ചിരിക്കും. അപ്പോൾ അത് 99 100 ആയിട്ടുണ്ട്. ഇനി ഞാൻ അപ്പോൾ നമ്മുടെ ആ ഒരു വീറെ പ്രോക്സി ആയിട്ടുണ്ട്. ഇനി ഞാൻ എന്താ വെച്ചാൽ സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സിൽ വീറെ എടുക്കുകയാണ്. അതിൽ വീറെ പ്രോക്സി എടുത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ വീറെ പ്രോക്സി സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് നമ്മളിപ്പോൾ നേരത്തെ സേവ് ചെയ്ത് വെച്ചത്. ഓക്കെ, ഇനി അതിന് മെറ്റീരിയൽസ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് നമ്മുടെ മെറ്റീരിയൽസ് പിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിന് നേരെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു ക്ലിയർ ആയിട്ട് കാണാവില്ല, കാരണം ഇത് വേറെ പ്രോക്സിയാണ്. അപ്പോൾ അതിൻ്റെ സെറ്റിങ്സിൽ മോഡിഫയറിൽ പോയിട്ട് പ്രിവ്യൂ ഫ്രം ഫയലുള്ളത് നമുക്ക് ഏത് ഓപ്ഷൻ വേണമെങ്കിൽ ഇടാം. ഞാനതിനെ ഷോ വോൾ മെഷ് അടിച്ച് കഴിഞ്ഞാൽ ഫുൾ മെഷായി കാണിക്കും. ഇനി ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആനിമേഷൻ നമുക്കവിടെ കാണാൻ പറ്റും. ഇനി GrowFXൻ്റെ ആവശ്യം നമുക്കില്ല, ജസ്റ്റ് ഒന്ന് ഈ പ്രോക്സി ഒന്ന് ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് വേറെ ഏത് പ്രോജക്റ്റ് വന്നാലും ഇനി ഈ ഒരു പ്രോക്സി അതിലോട്ട് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്യുക, ഡ്രോപ്പ് ചെയ്യുക, ലോഡ് ചെയ്ത് കൊടുക്കുക. പ്ലേ അടിച്ച് കഴിഞ്ഞാൽ സംഭവം അവിടെ ലോഡായിട്ടുണ്ടാവും. ഓക്കെ, ഇനിയിപ്പോൾ ഞാനിപ്പോൾ കാണിച്ച GrowFX 2.0 ആണ്. ഇപ്പോൾ ഇനി GrowFXൻ്റെ 1.9 ഇത് കാണിച്ചു തരാം. സെയിം മെത്തേഡ് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഞാൻ അതിൻ്റെ ലീഫ് സെലക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും എന്താണ് ഞാനവിടെ സെലക്ട് ചെയ്യുന്നത്, ഹൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പെറ്റി പോലെ ഞാൻ സെലക്ട് ചെയ്യണം. അതിൽ ആഫ്റ്റർ മെഷ് മോഡിഫയറിലാണ് നമ്മൾ പോകേണ്ടത്. ഓക്കെ, അതിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് എന്താ വിൻഡ് എഫക്റ്റ് കൊടുത്ത് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ വിൻഡിൻ്റെ എഫക്റ്റ് കാരണം ഭയങ്കര എഫക്റ്റാണ്. 300 എടുക്കേണ്ടത്, ഞാനൊരു 50 ഒക്കെ ആക്കിയിട്ട് കൊടുക്കണം. അതിനുശേഷം പ്ലേ ചെയ്യുമ്പോൾ ഒരു ഇനി നമുക്ക് അതിനെക്കുറിച്ച് എഡിറ്റ് ചെയ്യാണ്ട് എന്ത് ചെയ്യുക, ആ സ്റ്റിഫ്നെസ് നേരത്തെ 1500 കൊടുത്തിട്ട് എന്ത് ചെയ്യുക, 500 കൊടുക്കുക. ഫ്ലെക്സിബിലിറ്റി ഒരു 2 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സ്റ്റിഫ്നെസ് കുറച്ചും കൂടി ഫ്ലെക്സിബിളായിരിക്കും. ഇനി അതിൻ്റെ ഒരു ആക്സിയൽ റൊട്ടേഷൻ അത് ഓണാക്കുക. 90 ഉള്ളത് ഒരു 3 or 4 or 5 ഏതെങ്കിലും കൊടുക്കുക. ഒരു 5 ഡിഗ്രിയിലൊക്കെ ലെഫ്റ്റും റൈറ്റ് 5 ഡിഗ്രി അതിങ്ങനെ ആടി നിൽക്കും, ചെറിയൊരു വിൻഡ് പോലെ. നിങ്ങൾക്കവിടെ വാല്യൂസ് ചേഞ്ച് ചെയ്താൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കൊരു ചെറിയൊരു എഫക്റ്റ് മതി. ഇനി ഞാൻ ലൂപ്പ് അനിമേഷൻ കൊടുക്കുകയാണ്. ലൂപ്പിംഗ് പീരീഡ് 100 ഫ്രെയിംസ്. ഓക്കെ, അപ്പോൾ ഈ 100 ഫ്രെയിംസ് ഉള്ള ആ ഒരു ആനിമേഷൻ മാത്രമാണ് നമ്മളവിടെ കാണുക. ഇനി അതിനെന്ത് ചെയ്യുക, നേരെ പോയിട്ട് ക്യാഷ് നമ്മളൊന്ന് സെറ്റാക്കി കൊടുക്കണം. ഓക്കെ, ഇവിടെ ആനിമേഷൻ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം താഴെ പോയിട്ട് ക്യാഷിൽ പോയിട്ട് എന്ത് ചെയ്യുക, ക്യാഷ് ഓൺ ചെയ്ത് ന്യൂ 1 ഫയലാക്കുക. ഒറ്റ ഫയലിലേക്ക് നമുക്കത് ലോഡ് ചെയ്ത് കൊടുക്കാം. പഴയതിൽ 1 ഫയലിന് ഓപ്ഷൻ കാണിക്കില്ല. അപ്പോൾ നമുക്ക് തൽക്കാലം ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ക്യാഷ് ഫോൾഡർ പേര് കൊടുത്തതിന് ശേഷം ഞാൻ അതിലോട്ട് എന്തെങ്കിലും ഒരു പേര് കൊടുത്തതിനെ സേവ് ചെയ്യുകയാണ്. ഇനി എന്ത് ചെയ്യുക, നേരെ
എൻഡ് ഫ്രെയിം 99 കൊടുക്കുക. സ്റ്റാർട്ട് ഫ്രെയിം 0 കാരണം എൻഡ് ഫ്രെയിം 99. താഴെ ലൂപ്പ് അനിമേഷൻ ടിക്ക് ചെയ്യുക, റെക്കോർഡ് കൊടുക്കുക. അത് റെക്കോർഡായിട്ടുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യുക, വീറയിൽ പോയിട്ട് വീറ മെഷ് എക്സ്പോർട്ട് എടുക്കുക. എവിടെയാണോ സേവ് ചെയ്യേണ്ട ആ ഫോൾഡറിൽ ബ്രൗസ് ചെയ്ത് കൊടുക്കുക. എക്സ്പോർട്ട് അനിമേഷൻ ഓൾറെഡി ടിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരെ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു അനിമേഷൻ അവിടെ 0 to 100 ലോഡ് ആവുന്നുണ്ട്. ഇപ്പോൾ ഒരു വീറ പ്രോക്സിയിലോട്ട് ആ ഒരു അനിമേഷൻ ലോഡായിട്ടുണ്ട്. നേരെ സ്റ്റാർട്ടിൽ പോവുക. സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സിൽ വീറ പ്രോക്സി എടുത്ത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ലോഡ് ചെയ്തിട്ടുള്ള സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പ്രോക്സി ലോഡ് ചെയ്യുന്നു. അതിൻ്റെ മെറ്റീരിയൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. ഓക്കെ, എന്ത് ചെയ്യുക, നേരെ പോയിട്ട് ആ പ്രിവ്യൂ ഫ്രം ഫയൽ ഷോ വോൾ മെഷ് അടിക്കുക. ജസ്റ്റ് ഒന്ന് പ്ലേ അടിച്ച് കഴിഞ്ഞാൽ ആ ഒരു വിൻഡ് എഫക്റ്റ് അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നേരെ ഈ ഒരു ഫയലിനെ നമുക്ക് സേവ് ചെയ്ത് വയ്ക്കാം. ഒരു പ്ലാന്റ് സെലക്ട് ചെയ്തതിന് ശേഷം സേവ് സെലക്റ്റഡ് കൊടുത്താൽ മതി. ഇതേപോലെ ഞാൻ കുറച്ച് പ്ലാന്റ്സ് ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളോട് കാണാൻ 0 to 100 ആണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് ലൂപ്പ്. അതങ്ങനെയല്ല, ലൂപ്പിലെ കാരണം നമുക്ക് 100 തന്നെ കൊടുക്കണമെന്നില്ല. 1000 കൊടുത്താലും 2000 കൊടുത്താലും 10,000 കൊടുത്താലും അത് ആ ഒരു ഫ്രെയിംസ് കഴിയുന്ന വരെ പ്ലേ ആയിക്കൊണ്ടിരിക്കും. കാരണം അതിന് സ്റ്റാർട്ടിങ്ങും ഇല്ല എൻഡിങ്ങും ഇല്ല, ലൂപ്പിലാണ് കിടക്കുന്നത്. അപ്പോൾ എത്ര ഫ്രെയിം വേണമെങ്കിൽ കൊടുത്താലും സംഭവം അവിടെ ഒരേ ദിശയിൽ അത് റണ്ടർ ആയിക്കൊണ്ടിരിക്കും. അതിന് ഒരു വിൻഡ് എഫക്റ്റ് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം. താങ്ക് യു സോ മച്ച്.